ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളതാണ്. OLX പോലെ നിങ്ങൾക്ക് ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത്, വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് ഇത്. ഡയറക്റ്റ് ആണ് വാങ്ങലും വിൽക്കലൊക്കെ, ഇവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ലിസ്റ്റിങ്ങുകൾ അല്ലെങ്കിൽ നമ്മളുടെ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് ഏരിയകൾ, ഒരുപാട് ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ. ബൈക്ക് ഉണ്ട്, വാഹനങ്ങളാണ് മെയിനായിട്ട്, എങ്കിലും നല്ല ഓപ്ഷൻസ് ആണ്. ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ക്യാമറ, അങ്ങനെ പല പല കാറ്റഗറി, വീഡിയോ ഗെയിംസ് ഐറ്റംസുകൾ. ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, പല പല സാധനം. സോ ഇതിലെങ്ങനെ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതിൽ സെല് ചെയ്യാം, സെക്കൻഡ് ആണ് സെല് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ്, ഇതൊക്കെ പ്രൊഫൈലിലേ പറ്റുള്ളൂ. നിങ്ങളുടെ പേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ സെറ്റായാൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മൾ ആദ്യമായിട്ട് എന്താണ് സെയിൽ ചെയ്യുന്നത്, പ്രോപ്പർട്ടി ആൻഡ് റെന്റ്. ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട്, ലാൻഡോ സെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്, വാഹനങ്ങൾക്കാണെങ്കിൽ ഇത്, ഐറ്റംസിനാണെങ്കിൽ ഇത്. ഐറ്റംസ് മീൻസ് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾക്കാണെങ്കിൽ. സർവീസുകൾ ഇതിൽ സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല. ഫ്യൂച്ചറിൽ അതിനുള്ള ഓപ്ഷനുകളും വരുമോ അറിയില്ല. എങ്കിലും പ്രൊഡക്റ്റുകൾക്ക് സെല് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് എന്ത്, മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത്. ഞാനൊരു ഐറ്റം കൊടുത്തു. സോ യെസ്, ഞാനൊരു ഐറ്റം കൊടുത്തു. ഇനി നമുക്കൊരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബാഗ്. ഓക്കെ, ഞാനൊരു ബാഗ് ഇവിടെ അപ്ലോഡ് ചെയ്തു. സോ ഈ ഒരു ബാഗാണ് നമ്മൾ സെല് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരിക എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സോ അതിൻ്റെ 2-3 ഫോട്ടോകൾ, നമുക്ക് 10 ഫോട്ടോകൾ വരെ ഒരു സിംഗിൾ ഐറ്റത്തിൻ്റെ നിങ്ങൾക്ക് ഇതിവിടെ അപ്ലോഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, യെല്ലോ അതാണ് നമ്മൾ കൊടുത്തത്. പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് ഒരു 400 രൂപയാണ്. കാറ്റഗറി ബാഗ്സ് ആൻഡ് ലഗേജ് എന്നുള്ളതിൽ കൊടുത്തു. പിന്നെ ന്യൂ ആണ്, പുതിയതാണോ യൂസ്ഡ് ആണോ ഒക്കെ ഇവർ സെപ്പറേറ്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അല്ല, ന്യൂ ആണ്, നമ്മൾ ഫ്രഷ് കമ്പനിയാണ്. പിന്നെ ബ്രാൻഡ് നമ്മൾ തന്നെ ഒരു ബ്രാൻഡ് നെയിം ഇടുക. പിന്നെ കളറ് ഗ്രീൻ ആണ്. പിന്നെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏത് ടൈപ്പ് ബാഗാണ്, ലെതർ ആണോ പ്ലാസ്റ്റിക് ആണെന്ന് കൊടുത്തു. നമുക്ക് ഏതിൻ്റെ ആണോ നിങ്ങളുടെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ടാഗ് കൊടുക്കണമെങ്കിൽ ടാഗ് കൊടുക്കാം. ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന അങ്ങനെ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ടാഗുകൾ കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുക, നമ്മൾ ബയ്യേഴ്സ് നമ്മളെടുത്ത് വന്ന് വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്ന ഓപ്ഷന് പബ്ലിക് മീറ്റപ്പ്, ഏത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. അപ്പോൾ 2 ഓപ്ഷനെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കുക ആളുകൾക്ക്. എന്നിട്ട് എക്സ്ട്രാ ഡെലിവറി ചാർജ് പറഞ്ഞാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും സ്പെസിഫിക് മാർക്കറ്റ് പ്ലേസിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയാണ് എന്ത് നമുക്ക് ഇതിലുള്ളത്. ഓക്കെ, യെസ്, ഇത്രയാണ്. നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ നമ്മൾ മുമ്പ് കണ്ട അതേ മാർക്കറ്റ് പ്ലേസിൽ ഈ സാധനം